ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയുടെ എക്കാലത്തെയും അഭിമാന താരവും നടനും എല്ലാം തന്നെയാണല്ലോ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ലാലേട്ടൻ. ഇന്ത്യയിലെ തന്നെ ഒരു നടനെ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുന്നേറുന്നല്ലോ ലാലേട്ടൻ രാഷ്ട്രപതിയിൽ നിന്നും വാങ്ങിയത്. രാജ്യത്തിന്റെ പരമോന്നത അംഗീകാരം സ്വീകരിച്ച ലാലേട്ടന് കേരള സർക്കാർ നൽകിയ ഒരു ആദരവ് ഇന്ന് നടന്നിരിക്കുകയാണ്. മലയാളം വാനോളം ലാൽസലാം എന്ന പേരിലായിരുന്നു ഇന്ന് ഒക്ടോബർ 4 തീയതി തിരുവനന്തപുരത്തെ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ആദരവ് ചടങ്ങ് നടന്നിരിക്കുന്നത്. കേരള സർക്കാരിന്റെ ആദരവ് കൂടി നേടിയെടുത്ത ലാലേട്ടൻ മുഖ്യമന്ത്രിയുടെ വലിയ പുകഴ്ത്തലും അതോടൊപ്പം തന്നെ വാനോളമുള്ള പ്രശംസയെല്ലാം തന്നെ ആ ചടങ്ങിൽ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിറഞ്ഞ സദസ്സിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരേ സമയം ഏറ്റവും വലിയ താരവും ഏറ്റവും മികച്ച നടനുമാകുക എന്നത് അത്ഭുതമാണ്. ഒരാൾ അഭിനയിക്കുമ്പോൾ സ്വന്തം വീടിനടുത്തുള്ള ഒരാൾ എന്ന വികാരം മലയാളികൾക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു നടൻ മോഹൻലാലാണ്. സിനിമാ അഭിനയത്തിൽ കഥാപാത്രമായി മാറുന്നതിൽ അനായാസമുള്ള വഴക്കമുള്ള താരമായി മോഹൻലാൽ മാറി. വൈവിധ്യമുള്ള വേഷങ്ങളിൽ 4 പതിറ്റാണ്ടുകളിൽ അയാൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേളകളിൽ എവിടെയൊക്കെയോ മോഹൻലാലായി മാറുക എന്നത് പോലും മലയാളികളുടെ ശീലമാണ്. ഒരുപക്ഷെ മലയാളികളുടെ മുഴുവൻ അപര വ്യക്തിത്വം അഥവാ ഓൾട്ടർ ഈഗോ ആണ് മോഹൻലാൽ എന്നുകൂടിയാണ് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാലേട്ടനെ ഇതിനോടകം തന്നെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു നാഷണൽ അവാർഡ് വേദിയിൽ ലാലേട്ടന്റെ ഒരു തരംഗവും അതോടൊപ്പം തന്നെ ലാലേട്ടനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി രംഗത്തെത്തിയത്. ഇപ്പോൾ അതുപോലെ കേരള മുഖ്യമന്ത്രിയും ഒരുപക്ഷെ മറ്റൊരു നടനെയും പ്രശംസിക്കാത്ത രീതിയിൽ ലാലേട്ടനെ പ്രശംസിക്കുന്നു. എല്ലാത്തിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ്. മലയാള സിനിമ ഇതുപോലൊരു നടനെ താരത്തെ ഒന്നും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഏകദേശം 1 വർഷം മുന്നേ ഇതേ സമയത്തെല്ലാം തന്നെ ചില മഞ്ഞപത്രങ്ങൾ എഴുതിയിരുന്നു ലാലേട്ടൻ തീർന്നു, ലാലേട്ടൻ ഇനി ഒരു തരത്തിലും മികച്ച സിനിമകൾ വരില്ല, മികച്ച നടനം വരില്ല, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊന്നും തന്നെ ലഭ്യമാകില്ല എന്ന് അവർക്കുള്ള വലിയ മറുപടിയായിട്ട് ഈ 2025 എന്ന വർഷം മാറിയിരിക്കുന്നു. വിമർശകർ കരയട്ടെ, ലാലേട്ടൻ ഇനിയും നല്ല സിനിമകൾ ചെയ്ത് അടുത്ത വർഷവും ഇതേപോലെ തന്നെ നെട്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.